ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും 3 സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുഖം ഒറ്റ യൂസ് തന്നെ നല്ല കളറ് വരുന്ന ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരുടെ വീട്ടിലുള്ള 3 സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് പപ്പായയാണ്. പപ്പായ ഒരുവിധ എല്ലാവരുടെ പറമ്പത്തും തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതൊരു പഴുത്ത പപ്പായ, ഒരു ചെറിയ കഷ്ണം, അതേപോലെ തന്നെ ഒരു പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ പഴത്തിൻ്റെ തൊലി പോലും നമുക്ക് ഫേസ് പാക്കാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ പപ്പായയും കൂടി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല പഴുത്ത പപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല പഴുത്ത പഴമായിരിക്കണം. ഈ തൊലി കറുത്ത് പോയി പഴുത്തു പോയ പഴമെല്ലാം ഉണ്ടല്ലോ, അതൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം നിങ്ങൾക്ക് ഫേസിലിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. ഇതിന് മുന്നേ ഞാനൊരു പഴത്തിൻ്റെ ഒരു ഫേസ് പാക്കറ്റിന് അതിന് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് നല്ല ഒരുപാട് കമൻസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ല ഒരു ഫ്രൂട്ട് പിന്നെ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെക്കൊണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ്. ഇത് നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പേസ്റ്റായിട്ട് കിട്ടും. ഇനി നിങ്ങളിങ്ങനെ ഉടച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നൊന്ന് വേസ്റ്റാക്കി എടുത്താൽ മതി. പക്ഷേ ഞാനിത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പഴുത്തതാണ് രണ്ടും, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. പിന്നെ പപ്പായ ആയാലും പഴമായാലും അധിക പേരുടെയും പറമ്പത്ത് തന്നെ ഉണ്ടാവും ഈ പപ്പായ എന്ന് പറയുന്നത്. പിന്നെ അധിക പേരുടെ വീട്ടിലുള്ള സാധനമാണ് ഈ പഴവും. അപ്പോൾ ഞാനിത് ഏകദേശം നല്ലവണ്ണം തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ നല്ലോണം മാഷായി കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ ഗോതമ്പിൻ്റെ പൊടിയാണ് നിങ്ങൾ ഇടുന്നത്, ഒരു ടീസ്പൂണാണ് ഇടുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക. പക്ഷേ ഇത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പിൻ്റെ പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി. ഇത് ഡെയിലിയും ചെയ്യുക, വീക്കിലി 2 ടൈംസും ചെയ്യുക. വീക്കിലി 2 ടൈംസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ഇടാം. പക്ഷേ ഡെയിലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അരിപ്പൊടി ഇടരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്ക്രബായി ആക്ട് ചെയ്യും. അതെപ്പോഴും നമ്മൾ മുഖത്ത് സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല. ഞാനതെല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് കൈകളിലെല്ലാം വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം നന്നായി ഒന്ന് കഴുകിയെടുക്കണം. സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി നിങ്ങൾക്കിത് ചെയ്യുക. അതേപോലെ തന്നെ വീക്കിലി 2 ടൈംസും ചെയ്യുക. ഇത് കണ്ടിന്യൂസ് 1 മാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു അടിപൊളി റിസൾട്ടാണ്. ഈ പപ്പായ നമ്മുടെ മുഖത്ത് വരുന്ന ചുളിവുകൾ ഇല്ലാണ്ടാക്കാനും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത് ഇല്ലാണ്ടാക്കാനും എല്ലാം സഹായിക്കും. അതേപോലെ തന്നെ ഈ ബനാന എന്നെല്ലാം പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിച്ചാലും നല്ലതാണ്. അതുപോലെ നമ്മളിത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലതാണ്. ഇതുപോലെ പാക്കായിട്ട് ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ കളർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഫുഡിൽ കൂടെ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സിൽ പെട്ടതാണ് നമ്മുടെ ഈ പപ്പായ, ബനാന, ഓറഞ്ച്, ക്യാരറ്റ്, ബീട്രൂട്ട്. ഇതെല്ലാം നമ്മൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമ്മുടെ ശരീരത്തിന് കളർ, അതായത് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും കളർ വെക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് ഡെയിലി കഴിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ പാക്കുകളാക്കി ഇട്ടാൽ നമ്മുടെ മുഖത്തിന് കുറച്ചും കൂടി എന്താ പറയുക, നല്ല ക്ലീൻ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ബാക്കി. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റിൽ എടുക്കുന്നുണ്ട് നന്നായി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ നമ്മളിതങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ആ ഒരു സമയത്ത് തന്നെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബി സ്കിന്ന് പോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നല്ല തിളക്കവും നിറവും എല്ലാം ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്ന നല്ലൊരു പാക്കാണിത്. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും സാധനം അലർജി എങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പാച്ച്
പാച്ച് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇത് സംഭവം ചെയ്യാണ്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഇപ്പോൾ പപ്പായ അലർജി ഉണ്ടെങ്കിലോ, അല്ല സ്വതവേ പപ്പായ എന്നായിരിക്കും അങ്ങനെ അലർജി ഉണ്ടാവില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതുണ്ടോ എൻ്റെ കൈ എത്രത്തോളം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാം. അപ്പോൾ ഞാനിതൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വെറും 3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. കിട്ടിയിട്ടില്ലെങ്കിലും അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു ബനാനൻ്റെ ഒരു പാക്ക് ഇട്ടിരുന്നതെന്ന്. അത് നിങ്ങൾ ചാനലിൽ പോയി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് എല്ലാം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു. എൻ്റെ 2 കൈയും തമ്മിൽ നോക്കൂ. ഒന്ന് നല്ല ഡള്ളായിട്ടും ഒന്ന് നല്ലൊരു ഗ്ലോവും കിട്ടിയിട്ടില്ല. ഇത് ഫസ്റ്റ് യൂസിലുള്ള റിസൾട്ടാണ്. നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വന്ന് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.